ശ്രീ ജോസ് തോമസ്, ഇന്ന് ഫെഫ്ക വളരെ പെട്ടെന്ന്, ഫെഫ്ക മാത്രമല്ല സിനിമാ സംഘടനകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് യോഗം ചേർന്ന് ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള ആലോചനകളിലേക്ക് കടക്കുകയാണ്. ഈ തിടുക്കത്തിൻ്റെ കാരണം എന്താണ്? കാരണം ഈ കേസ് അപ്പീൽ പോകും എന്നുള്ളൊരു സാഹചര്യം അവിടെ നിൽക്കുന്നു. ഇത് നല്ല വിധിയാണ്, ശരിയായ വിധി എന്നൊരു അഭിപ്രായം നിങ്ങൾക്ക് രൂപപ്പെട്ടതിന് ശേഷം എടുത്ത തീരുമാനമാണോ? അങ്ങനെയെങ്കിൽ അസോസിയേഷന്റെ തീരുമാനമായിട്ട് വരണം. അങ്ങനെ ഒരു തീരുമാനമാണെങ്കിൽ അസോസിയേഷനിൽ എല്ലാവരും അറിയണ്ടേ? സ്മൃതി, ചർച്ച വളരെ ഭംഗിയായിട്ടാണ് രാഷ്ട്രീയവും സിനിമയും കൂടെ അങ്ങനെ നന്നായി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എനിക്കൊരു ചോദ്യമുണ്ട് അതിനു മുമ്പ്. ജെയ്സി തോമസ് നേരത്തെ എവിടെ ഇരുന്ന് പറഞ്ഞു, അധമനായ ഈ ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്ത ദിലീപ് എന്നൊക്കെ പറയുന്നുണ്ട്. ജയിക്കിന് കൃത്യമായിട്ട് ബോധ്യമുണ്ടോ ഇയാളാണ് പ്രതിയെന്ന്, ഇയാളാണ് ഇത് ചെയ്തതെന്ന് ജയിക്കിന് കൃത്യമായി ബോധ്യമുണ്ടോ? അല്ലെങ്കിൽ ഇവിടെ ഈ കുറ്റം ആരോപിക്കുന്ന എല്ലാവരോടുമാണ് ഞാൻ ചോദിക്കുന്നത്, അവർക്കൊക്കെ കൃത്യമായ ബോധ്യമുണ്ടോ ഇത്? അപ്പോൾ അങ്ങനെ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ആരോപിക്കുന്നത് ആ ജഡ്ജ് ചെയ്തത് തെറ്റാണ്, അവര് പണത്തിന് കീഴടങ്ങി എന്നല്ലേ നിങ്ങളൊക്കെ ആരോപിക്കുന്നത്? ആ ചോദ്യം അവിടെ നിൽക്കട്ടെ. ഇനി ഫെഫ്കയിലേക്ക് വരാം. ദിലീപിനെ എതിരെ ഈ കേസ് വന്നപ്പോൾ ആദ്യമായി ഒരാലോചനയുമില്ലാതെ ആദ്യമായി അയാളെ പുറത്താക്കിയ സംഘടനയാണ് ഫെഫ്ക. ആ തിടുക്കം ചിലപ്പോൾ കുറ്റക്കാരനല്ല എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞ ശേഷം, വിധി വന്നതിന് ശേഷം ആ തിടുക്കം കാണിച്ചാൽ എന്താ അതിലകത്ത് തെറ്റ്? 8 വർഷം അയാളെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തി, അയാളുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് വരെ മാറ്റി നിർത്തി, അയാളെ ഒരു മീറ്റിംഗിലേക്കും വിളിച്ചില്ല, ഒരു സ്ഥലത്തും ആഘോഷ കമ്മിറ്റി കൂടി അയാളെ ആദരിച്ചില്ല, എല്ലാ സ്ഥലത്തു നിന്നും അയാളെ അകറ്റി നിർത്തി. ഇന്ന് ബഹുമാനപ്പെട്ട കോടതി, നീതിന്യായ കോടതി പറയുകയാണ് അയാൾ കുറ്റക്കാരനല്ല, അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ കാണുന്ന ഈ മറ്റ് ആക്ടിവിസ്റ്റുകൾ പറയുന്നതോ അല്ലെങ്കിൽ ജനങ്ങൾ പറയുന്നതോ ആണോ ഞങ്ങൾ മുഖവിലക്കെടുക്കേണ്ടത്? അല്ലെങ്കിൽ ഒരു സംഘടന മുഖവിലക്കെടുക്കേണ്ടത് ആണോ? ഇവിടെ ഒരു ഇപ്പം ജയിക്കൊക്കെ ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ വലിയ കേസിൽപ്പെട്ട് അകത്ത് പോയപ്പോൾ എന്തുകൊണ്ടാണ് അവരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പോലും ഒഴിവാക്കാന്ന് ചോദിച്ചപ്പോൾ കുറ്റം കോടതി തെളിയിക്കട്ടെ എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി ഉണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അവസ്ഥ അതാണെങ്കിൽ കേവലം ഒരു സിനിമാ സംഘടനയിൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കോടതി പറഞ്ഞ ഒരാളെ തിരിച്ചെടുക്കുന്നത് വലിയൊരു ഭയങ്കര സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് തിടുക്കപ്പെട്ട് തീരുമാനമെടുത്തു എന്ന് പറയുന്നത് എന്താണ്? അയാൾക്ക് ഫെഫ്കയിൽ ഒരു മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ട് അയാൾക്ക് വലിയ ആനവുതര കാര്യങ്ങളൊന്നുമില്ല. അയാൾ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നേരത്തെ വർക്ക് ചെയ്തതിന്റെ പേരിലാണ് അയാൾക്ക് മെമ്പർഷിപ്പ് എടുത്തത്. അയാളൊരു സാധാരണ മെമ്പറായിട്ട് തുടരുന്നു. ക്ഷമിക്കുക, അങ്ങ് ഈ താരതമ്യം നടത്തുമ്പോൾ ഈ കേസുകളുടെ ഗ്രാവിറ്റി തമ്മിൽ വ്യത്യാസമുണ്ട്. എത്ര പറഞ്ഞാലും ബലാത്സംഗ കേസാണല്ലോ മറ്റേത് എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കാം. പക്ഷേ ഇതങ്ങനെയല്ല, രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത ഒരു വലിയ കേസാണ് എന്ന വിഷയം അവിടെ നിൽക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ ആരുടെയും ഭാഗമല്ല, അല്ലെങ്കിൽ ഈ കേസിന്റെ തുടക്കത്തിൽ ഇങ്ങനെ ഒരു കേസ് വന്ന ഘട്ടത്തിൽ, പ്രതി ചേർത്ത ഘട്ടത്തിൽ തന്നെ നിങ്ങൾ പുറത്താക്കി, അതിന് ഒരു നിമിഷം പോലും ആലോചിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിജീവിതയെ എപ്പോഴെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? അതിജീവിതയെ സമാധാനിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ എന്തെങ്കിലും ഒരു നടപടി നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? അതുണ്ടായിട്ടില്ല. പക്ഷേ വളരെ വേഗം തിരിച്ചെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ഒരുമിച്ചൊരു കൂടിയാലോചന ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് നിങ്ങളിൽപ്പെട്ടവരാണ് ശ്രീ ജോസ് തോമസ്. നിങ്ങളിൽ നിന്നാണ് ഒരാൾ ഇറങ്ങിപ്പോയിരിക്കുന്നത്. അവർ പറഞ്ഞതാണ്, അതാണ് ഞാൻ ചോദിച്ചത്. അത് ഒരു സംഘടനയിൽ നിന്ന് രാജിവെക്കാൻ ആർക്കും അവകാശമുണ്ട്. ഇറങ്ങിപ്പോകുന്നതിന്റെ എന്തിന്റെ പേരിലാണ് ഇറങ്ങിപ്പോകുന്നത്? അതൊന്ന് പറയണം. ഞാൻ രാജിവെക്കുന്നു എന്ന് പറയുന്നത് വേട്ടക്കാരനൊപ്പമാണ്. ഞാൻ ചാനലിൽ കണ്ടതാണ്. വേട്ടക്കാരനൊപ്പമാണ് ഈ സംഘടന എന്ന് പറയുന്നു. അയാൾ വേട്ടക്കാരനല്ല എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പറയണോ അയാൾ വേട്ടക്കാരനാണെന്ന്? ഞങ്ങൾ എന്താണ് അയാളുടെ കയ്യിൽ നിന്ന് തോക്കും പടിവാളും എല്ലാം പിടിച്ചു മേടിക്കണം? എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പറയുന്നതിന്റെ ഒരു യാഥാർത്ഥ്യ ബോധ്യം വേണ്ടേ? യാഥാർത്ഥ്യ ബോധത്തോടെ വേണ്ടേ സംസാരിക്കാൻ? വീണ്ടും വേട്ടക്കാർക്കൊപ്പമാണ് സംഘടന. ഒരു നീതിന്യായ കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് അയാൾ വേട്ടക്കാരനല്ല, അല്ലെങ്കിൽ അയാൾ തെറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ പൾസർ സുനിക്കൊന്നും അല്ലല്ലോ മെമ്പർഷിപ്പ് കൊടുത്തത്, അല്ലെ തിരിച്ചു വിളിച്ചത്. അയാൾ നിരപരാധിയാണ് എന്ന് കോടതി വിധിച്ചാൽ ആ വ്യക്തിയെ തിരിച്ചു വിളിക്കും. സംഘടനയെ മെമ്പർഷിപ്പ് കൊടുത്താൽ അത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. അത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞാലും അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ശ്രീ ജോസ് തോമസ്, ഇത്രയും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ വിധിക്ക് ശേഷം പുറത്തിറങ്ങിയ ദിലീപിന്റെ പ്രതികരണത്തെക്കുറിച്ച് കൂടി നിങ്ങൾ പറയണം. അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രതികരണം, ഇത് മഞ്ജു വാര്യർ ഇത് ക്രിമിനൽ ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞെടുത്തതെന്ന് തുടങ്ങിയതാണ് എന്ന് പറഞ്ഞ് ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥയെയും
പോലീസ് സംഘത്തെ ക്രിമിനൽ എന്നും വിളിച്ചിട്ടുള്ള ആ പ്രതികരണത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? അതൊരു ആശ്വാസം, വിധി വന്നതിലുള്ള ആശ്വാസത്തിലുള്ള പ്രതികരണമായിട്ടല്ല നമ്മൾക്കൊന്നും കേട്ടവർക്കും കണ്ടവർക്കും തോന്നിയത്. അതിലൊരു ഭീഷണിയുടെ സ്വരമുണ്ട്. വൈരാഗ്യമാണല്ലോ ഈ കേസിന്റെ അടിസ്ഥാനം. ആ വൈരാഗ്യം പുറത്തിറങ്ങിയ പ്രതികരണത്തിലുമുണ്ട് ശ്രീ ജോസ് തോമസ്. ഒരു പ്രതികരണത്തിൽ ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനം നടത്താം. അതിനകത്ത് കുഴപ്പമില്ല. 8 വർഷമായിട്ട് അയാൾ ഒരു പ്രതികരണവും നടത്തിയില്ലല്ലോ. ദിലീപ് എന്തെങ്കിലും പ്രതികരണം നടത്തി? തിരിച്ചിറങ്ങി വന്നപ്പോൾ പറഞ്ഞതെന്താണ്? മഞ്ജു വാര്യരുടെ, ശരിയല്ലേ, ഇവിടെ ഒരു പ്രതിഷേധ കൂട്ടായ്മ നടത്തിയപ്പോൾ അതിൽ മഞ്ജു വാര്യർ പറയുന്നു ഇതിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്. അത് പറഞ്ഞിടത്തുനിന്നാണല്ലോ ദിലീപിലേക്ക് ഒരു കുന്തമന് വരുന്നത്, ശരിയല്ലേ? അപ്പോൾ അയാൾ ആ കാര്യം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? രണ്ടാമത്, ഒരു പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ക്രിമിനൽ പോലീസുകാർ ചേർന്ന് എന്നെ കുടുക്കിയെന്ന് പറയുമ്പോൾ സെൻകുമാർ എന്ന് പറഞ്ഞ DGP പറഞ്ഞത് എന്താ? ഇന്ന് ഞാനിപ്പോ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രീലേഖയും പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ ഏത് താവളത്തിലെത്തി നിന്നിട്ടാണ് ഈ പറയുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ ഏത് താവളത്തിലാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയാം. അല്ല, നിങ്ങൾ പറയുന്ന താവളം ഞാൻ പറഞ്ഞല്ലോ, അത് രാഷ്ട്രീയ പൊറാട്ട് നാടകമല്ല. ഞാൻ പറഞ്ഞത് ഞാൻ അതിൽ നിങ്ങൾ DGP എന്നുള്ള പേര് മാത്രം ചേർക്കരുത്. അല്ല, അത് നിങ്ങൾക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാമെന്ന്. ഞാൻ പറയുന്നത് ഒരു നിയമപാലകനായിരുന്ന ഒരു വ്യക്തി പറയുകയാണ്, ഇവിടെ പ്രതിയെ കണ്ടെത്തിയിട്ട് പിന്നെ തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്, തെളിവുകൾ എടുത്തിട്ട് വേണം പ്രതിയെ കണ്ടെത്താൻ അയാൾ പറയുമ്പോൾ ഇതിനകത്ത് ദിലീപിനെ കുരുക്കാൻ വേണ്ടി ഇവിടെ തെളിവുകൾ ഉണ്ടാക്കി എന്നുള്ളത് സ്പഷ്ടമാവുകയാണ്. അതുകൊണ്ട് എന്ത് ലാഭം? ദിലീപ് പറയുന്ന വാദമാണെങ്കിൽ ഹിന്ദുവിന് നൽകിയ അഭിമുഖം, വളരെ പെട്ടെന്ന് തന്നെ അഭിമുഖമൊക്കെ വന്നിട്ടുണ്ട്. ആ അഭിമുഖത്തിൽ പറയുന്നത് ഇവിടെ അതുവഴി ഉണ്ടാകുന്ന പ്രശസ്തി, ഈ പ്രശസ്തി കിട്ടിയിട്ട് വേണമല്ലോ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നോട്ട് പോകാൻ, അല്ലേ? അപ്പോൾ ദിലീപിനെ പ്രതിയാക്കുമ്പോൾ കിട്ടുന്ന പ്രശസ്തി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നുള്ളതാണ്. അല്ലാതെ ഇവിടുത്തെ ഒരു നടനെ അവസാനിപ്പിക്കാൻ വേണ്ടി ഇവിടെ പോലീസ് സംഘത്തിനും ഇവിടുത്തെ സർക്കാരിനും എന്ത് താല്പര്യം ശ്രീ ജോസ് തോമസ്? അല്ല, എന്ത് താല്പര്യം എന്ന് വെച്ചാൽ ദിലീപിന് ഇങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുക്കാൻ എന്താ താല്പര്യം? അതിന്റെ കഥകളാണല്ലോ നമ്മൾ കേൾക്കുന്നത്. 1.5 കോടി രൂപ, അതാണല്ലോ വൈരാഗ്യം എന്നുള്ള കഥ കേട്ടിട്ടുള്ളത്. അതിന്റെ കഥകളൊക്കെ അങ്ങനെ പലരും പറയും. അല്ലല്ല, ഞാനൊന്ന് പറയട്ടെ സ്മൃതി, ഇവിടെ 1.5 കോടി രൂപയ്ക്ക് കൊട്ടേഷൻ കൊടുത്തു, കേസ് വന്നാൽ ഒരു 2 കോടി രൂപയും കൂടെ തരാമെന്ന് പറഞ്ഞു എന്നാണല്ലോ ഇവിടുത്തെ വ്യാഖ്യാനം. പലരും പറയുന്ന അങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ പൾസർ സുനി തന്നെ പറയുന്ന അങ്ങനെയാണല്ലോ. എന്നാൽ ദിലീപ് അങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുത്തു അല്ലെങ്കിൽ പണം കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിൽ ദിലീപ് കൊടുക്കാതിരിക്കും? അതിനേക്കാൾ കോടിക്കണക്കിന് രൂപ ഇപ്പൊ കേസിന് മുടക്കിയിരിക്കുന്ന ഒരു വ്യക്തി, ജീവിതം തന്നെ അവസാനിച്ചു പോയ ഒരു വ്യക്തി, ആ പണം കൊടുക്കാതെ അയാളെ കളിപ്പിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അതൊരു സാമാന്യ ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാനുള്ള കാര്യം. അല്ല ശ്രീ ജോസ് തോമസ്, പണമൊന്നും കിട്ടിയിട്ടില്ല പൾസറിന് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? പൾസർ സുനി സുപ്രീം കോടതിയിൽ ജാമ്യത്തിന് പോയപ്പോൾ അവിടെ കോടതി തന്നെ ചോദിച്ചു, ജഡ്ജി തന്നെ ചോദിച്ചു, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ പണം? നിങ്ങൾക്ക് ജോലിയും കൂലിയും ഇല്ല, എവിടെ നിന്നാണ് ഇത്ര ലക്ഷങ്ങൾ കൊടുത്ത് അഭിഭാഷകനെ കൊണ്ടുവരുന്നതെന്ന് കോടതി ചോദിച്ചാണ് ശ്രീ ജോസ് തോമസ്. അതാണ് കണ്ടെത്തേണ്ടത്. അതാണ് സ്മൃതി, കണ്ടെത്തേണ്ട കാര്യം അതാണ്. ആരാണ് അതിനെ ഫണ്ട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഇവിടെ 5 സ്റ്റാർ ഹോട്ടലിൽ വന്നിരുന്ന് മദ്യപിക്കുന്നു, വിലയേറിയ കാറിൽ നടക്കുന്നു, ഇതിനാരാണ് ഫണ്ട് ചെയ്യുന്നത്? ഇപ്പോഴും ദിലീപ് തന്നെ ഫണ്ട് ചെയ്യുന്നതാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അങ്ങനെ പറയരുത്, അത് തെറ്റാണ്. അയാളെ ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ച ഒരാൾക്ക് ദിലീപ് പണം കൊടുത്തിരിക്കുന്നു എന്നല്ലേ ഇപ്പോൾ ആ പറഞ്ഞതിന്റെ വ്യാഖ്യാനം. പൾസറിന്റെ മൊബൈൽ ഇതുവരെ കിട്ടിയിട്ടില്ല ശ്രീ ജോസ് തോമസ്. കൊച്ചുകുട്ടിക്ക് പോലും പൾസറിന്റെ കയ്യിലുള്ള മൊബൈൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ശരി, ഞാൻ അഡ്വക്കേറ്റ് പ്രശാന്ത് എന്തുകൊണ്ടാണ് കിട്ടാത്തത്? എന്തുകൊണ്ടാണ് കിട്ടാത്തത്? കോടതിയിൽ ദിലീപിന്റെ മൊബൈലുകൾ കിട്ടാൻ വൈകിയത് എന്തുകൊണ്ടാണ് മെമ്മറി കാർഡ് അവിടെ നിന്നും കോടതി മുറിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് പോയതിലേക്ക് കോടതി പരിശോധന നടത്താത്തത്? അതൊരു തെളിവായി പരിഗണിക്കാത്തത് ചോദ്യമാണ്. ആ മെമ്മറി കാർഡിലെ വിവരങ്ങൾ, അല്ലല്ല, അതിലെ ദൃശ്യങ്ങൾ എങ്ങനെയാണ് ടാമ്പർ ചെയ്യപ്പെട്ടത് എന്നുള്ളതടക്കമുള്ള വിവരങ്ങൾ നമ്മൾ നേരത്തെ വായിച്ചതും പറഞ്ഞതും മൊഴികളായി കണ്ടതുമാണല്ലോ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.